നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 13-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും അതിപ്രധാനമായിട്ടുള്ളൊരു വിധി വന്നിരിക്കുകയാണ്. വീടിൻ്റെ പരിപാലനം രാഷ്ട്ര പരിപാലനമാണെന്നും വീട്ടമ്മയുടെ സേവനത്തിന് പ്രതിമാസം കുറഞ്ഞത് 30,000 രൂപ കണക്കാക്കണമെന്നും സുപ്രീം കോടതി വിധി. വാഹന അപകടത്തിൽ മരണപ്പെട്ട വീട്ടമ്മയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം 1/2 കോടിയിലേറെയായിട്ട് ഉയർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. വാഹനാപകടത്തിൽ കുടുംബനാഥയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണ്ണയിക്കുമ്പോൾ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്നും സുപ്രീം കോടതി വിധിച്ചു. ഈ തുക 3 വർഷത്തിലൊരിക്കൽ 10% വീതം വർദ്ധിപ്പിക്കണമെന്നും ജഡ്ജിമാരായിട്ടുള്ള സഞ്ജയ് കരോൾ, NK സിംഗ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. സ്ത്രീകൾ അവരുടെ കുടുംബത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കേവലം കായികാധ്വാനം മാത്രമായിട്ട് ഒതുക്കാനാവില്ല. വീടിൻ്റെ പരിപാലനം രാഷ്ട്രപരിപാലനമാണ്. അവർ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുകയാണ്. സ്ത്രീയുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അത് നിശ്ചിത തുകയിൽ ഒതുങ്ങുന്നതല്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. 2001 വാഹനാപകടത്തിൽ മരണപ്പെട്ട 35-കാരിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുക 8,43,000 രൂപയിൽ നിന്ന് 62,77,000 രൂപയാക്കി ഉയർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ വ്യക്തമാക്കിയത്. മരണാനന്തര ചടങ്ങുകളുടെ ചെലവും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് 62,77,000 രൂപ ഇൻഷുറൻസ് കമ്പനി നൽകാനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വാഹനാപകട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ 2,42,000 രൂപ നഷ്ടപരിഹാരമായിട്ട് നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ് 8,43,000 രൂപയാക്കി ഉയർത്തിയത്. ഇതിനെതിരെ ഭർത്താവ് നൽകിയ ഹർജിയിലാണ് 1/2 കോടിയിലേറെ രൂപ നഷ്ടപരിഹാരമായിട്ട് നൽകാനായിട്ട് ഉത്തരവായത്. വീടുകളിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾക്ക് പണപരമായിട്ടുള്ള മൂല്യം നിശ്ചയിക്കുന്നതിനപ്പുറം അതിനെ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് ആക്കാനാണ് കോടതി ശ്രമിക്കുന്നത്. മനോഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. വീട്ടുകാര്യങ്ങൾ നിർവഹിക്കുന്ന വിവാഹിതയെ ഇപ്പോൾ ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹോം മേക്കർ എന്നാണ് വിളിക്കുന്നത്. ഈ മാറ്റത്തിന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടായെങ്കിലും പലപ്പോഴും പഴയ പ്രയോഗം തുടരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്വന്തമായി ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്വയം തൊഴിൽ തുടങ്ങി ജീവിതത്തിൽ പച്ചപിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സംരംഭകർക്ക് ഒട്ടനവധി സുവർണ അവസരങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. നമ്മുടെ മനസ്സിലുള്ള മികച്ച ബിസിനസ് ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റിയ വായ്പ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള കൃത്യമായ ഒരു സമയമാണിത്. പലർക്കും സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും ബാങ്കുകളിൽ നൽകാനായിട്ട് കൃത്യമായ ഈട്, അതായത് സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രം പലരും പിന്നോട്ട് പോകാറുണ്ട്. എന്നാൽ ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി സർക്കാർ വിവിധ തരത്തിലുള്ള വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിൽ വ്യക്തിഗത വായ്പകളും അതോടൊപ്പം തന്നെ കൂട്ടായി സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള ഗ്രൂപ്പ് വായ്പകളും ഒക്കെ തന്നെ ലഭ്യമാണ്. ഉദാഹരണത്തിന്, ഒന്നിലധികം ആളുകൾ ചേർന്ന് തുടങ്ങുന്ന ജോബ് ക്ലബ്ബ് പോലെയുള്ള സ്കീമുകൾ വഴി യാതൊരുവിധ ഈടുമില്ലാതെ 10 ലക്ഷം രൂപ വരെയാണ് വായ്പയായിട്ട് ലഭിക്കുന്നത്. ഇനി ഒറ്റയ്ക്ക് ചെറിയ രീതിയിലൊക്കെ ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കെസ്റു പദ്ധതിയിലൂടെ ഈടില്ലാതെ തന്നെ 1 ലക്ഷം രൂപ വരെ വായ്പ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ഇതുകൂടാതെ സമൂഹത്തിലെ വനിതാ സംരംഭകരെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പൂർണ്ണമായിട്ടും പലിശരഹിത തവണ വ്യവസ്ഥയിലൊക്കെ തന്നെ വായ്പ നൽകുന്ന ശരണ്യ പോലെയുള്ള പ്രത്യേക പദ്ധതികളും നിലവിലുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് കൈത്താങ്ങാകുന്ന ഇത്തരം മികച്ച സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അപേക്ഷിക്കേണ്ട രീതികളുമൊക്കെ അറിയുന്നതിനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് എത്രയും വേഗം ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന IT മിഷന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. കൃത്യസമയത്ത് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായിട്ട് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുൻപ് 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കണമെന്ന് പൊതുവായിട്ട് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ അടിയന്തര തീരുമാനം അത് കുട്ടികളുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI വ്യക്തമാക്കുന്നതനുസരിച്ച് 5 വയസ്സിന് മുൻപ് ആധാർ എടുത്ത കുട്ടികൾ 5 വയസ്സ് പൂർത്തിയായി 7 വയസ്സിനുള്ളിലും 5 വയസ്സിന് ശേഷം ആധാർ എടുത്തവർ 15 വയസ്സ് പൂർത്തിയായി 17 വയസ്സിനുള്ളിലും നിർബന്ധമായിട്ടും നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായിട്ട് റദ്ദാക്കപ്പെടുമെന്നതിനാൽ തന്നെ എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ ആധാർ കാർഡുകൾ സമയബന്ധിതമായി തന്നെ പുതുക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന IT മിഷൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ വാഹനങ്ങളുടെ പുക പരിശോധനയുമായി ബന്ധപ്പെട്ട നിലവിൽ പലരും വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടുന്നുണ്ട്. വാഹന രേഖകൾ ആധാറുമായി ലിങ്ക് ചെയ്യാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം.
RC ബുക്കും അതോടൊപ്പം തന്നെ ലൈസൻസും ആധാറുമായി ബന്ധിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് ഇനി മുതൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ വാഹന ഉടമകൾ എത്രയും വേഗം തങ്ങളുടെ രേഖകൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. ഇനി മുതൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ RC ബുക്ക് പേര് മാറ്റുന്നതിനൊപ്പം തന്നെ അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ പുക പരിശോധന തടസ്സമില്ലാതെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC വായ്പകൾ. SBI, യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ വഴി മുൻഗണനാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം വെറും 4% മാത്രമുള്ള കുറഞ്ഞ വാർഷിക പലിശ നിരക്കാണ്. കൃഷിഭൂമിയുടെ വിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി നിശ്ചിത തുക, അതും ഈടില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ വായ്പ ലഭ്യമാകും എന്നതാണ് ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ 2 ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ ലഭിക്കുമെങ്കിലും ആവശ്യമായ ഈട് കൂടി സമർപ്പിക്കുകയാണെങ്കിൽ വായ്പ തുക വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ വായ്പയ്ക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ അപേക്ഷകന് കൃത്യമായ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം എന്നതും, അതുപോലെ ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ കൃത്യമായി ഹാജരാക്കേണ്ടതും അനിവാര്യമാണ്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് അപേക്ഷകർ നേരിട്ട് ബാങ്ക് ശാഖകൾ സന്ദർശിക്കണമെന്നും പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തി കൃത്യമായ ബോധ്യം വന്നതിന് ശേഷം മാത്രം അപേക്ഷ നടപടികളൊക്കെ തന്നെ ആരംഭിക്കണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങിയവയൊക്കെ തന്നെ വാങ്ങുന്നവർ നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് വർഷാവർഷം ചില രേഖകൾ സമർപ്പിച്ച് അപേക്ഷകൾ പുതുക്കേണ്ടതുണ്ട്. സംസ്ഥാന വിഹിതത്തിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ 200, 300, 500 രൂപ വരെയുള്ള ഫണ്ട് കൂടി ചേർത്ത് പ്രതിമാസം 2000 രൂപയോളം പെൻഷൻ വാങ്ങുന്നവർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ബന്ധപ്പെട്ട രേഖകൾ ജൂൺ മാസം 30-നകം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഏൽപ്പിക്കേണ്ടതുണ്ട്. നിശ്ചിത സമയത്തിനകം ഇത് ചെയ്തില്ലെങ്കിൽ ജൂലൈ മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ താൽക്കാലികമായിട്ട് തടസ്സപ്പെടും. മുൻപ് ഡിസംബറിൽ അവസാനിക്കേണ്ടിയിരുന്ന സമയപരിധിയാണ് ഇപ്പോൾ ജൂൺ മാസം 30 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കലാണ്. മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലാതിരുന്ന സമയത്ത് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ട പഴയ ഗുണഭോക്താക്കൾ പലരും ഇതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും ചേർത്ത് ഉടൻ തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്ന സംശയമുള്ളവർക്ക് സേവന പെൻഷൻ പോർട്ടലിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അവിടെ വരുമാനത്തിൻ്റെ ഭാഗത്ത് ബാധകമല്ല എന്ന് കാണിച്ചാൽ പ്രശ്നമില്ല. എന്നാൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ വാർഡ് മെമ്പറെ ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണഭോക്താക്കൾ കൃത്യസമയത്ത് ഇത് നൽകിയില്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ളതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് തരാത്തതെന്ന നിഗമനത്തിൽ സർക്കാർ ഈ പെൻഷൻ സ്ഥിരമായിട്ട് റദ്ദാക്കാനിടയുണ്ട്. രണ്ടാമത്തെ കാര്യം സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന കാര്യമാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷനൊക്കെ തന്നെ വാങ്ങുന്നവർ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് കൃത്യമായിട്ട് സമർപ്പിക്കണം. വില്ലേജ് അധികാരി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഈ സാക്ഷ്യപത്രം സമർപ്പിക്കാനുള്ള സമയപരിധി ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. എന്നാൽ 60 വയസ്സ് പൂർത്തിയായവർ ഈ സർട്ടിഫിക്കറ്റ് ഇനി നൽകേണ്ടതില്ല. അതിന് താഴെ പ്രായമുള്ളവർ നിർബന്ധമായിട്ടും ഇത് നൽകിയിരിക്കണം. പെൻഷൻ തുക 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. ഈ തുക വർധനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ജൂൺ മാസം 19 സംസ്ഥാന ബജറ്റിന് ശേഷം മാത്രമായിരിക്കും അറിയാനായിട്ട് സാധിക്കുക. എന്തുതന്നെ ആയാലും പെൻഷൻ തുക ഇനി വർദ്ധിപ്പിച്ചതാകട്ടെ അല്ലാതിരിക്കട്ടെ, അത് കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോ കൈകളിലോ തടസ്സമില്ലാതെ എത്തിച്ചേരാനായിട്ട് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ അത് ജൂൺ മാസം 30-നകം തന്നെ പഞ്ചായത്തിൽ ഏൽപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ തകർന്നടിഞ്ഞതിൽ നിന്നും തലപൊക്കി ഇന്നലെ സംസ്ഥാനത്ത് സ്വർണ്ണവില. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പേറ്റി പവന് ഒറ്റയടിക്ക് 2160 രൂപയാണ് ഇന്നലെ കൂടിയത്. 2026 ജൂൺ 12 ഇന്നലെ വെള്ളിയാഴ്ച 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 270 രൂപ കൂടി 13,620 രൂപയും പവന് 2160 രൂപ കൂടി 1,80,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.